ഇന്ന് കരുണയുടെ നൊവേനയുടെ ആദ്യ ദിവസം. ദൈവകരുണയിൽ ആശ്രയിച്ച് ലോകം മുഴുവനെയും പ്രത്യേകിച്ച് എല്ലാ പാപികളെയും ദൈവതിരുസന്നിധിയിൽ സമർപ്പിക്കാനാണ് ഈശോ എന്ന് നമ്മളോട് ആവശ്യപ്പെടുക. 2 പത്രോസ് 3:9 ആരും നശിച്ചു പോകാതെ എല്ലാവരും അനുതപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നു. നോക്കിക്കേ, ഈശോ നമ്മളോട് ദീർഘക്ഷമ കാണിച്ചുകൊണ്ട് നമ്മൾ അനുതാപത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. റോമ 2:4 നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയുടെ ലക്ഷ്യം എന്ന് നീ അറിയുന്നില്ലേ? കർത്താവിൻ്റെ കരുണയുടെ ലക്ഷ്യം തന്നെ നമ്മൾ അനുതപിച്ച് രക്ഷ പ്രാപിക്കാൻ, ആത്മരക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധ ലൂക്ക 5:31-32 വചനം ഈശോ പറയുന്നു, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ ആവശ്യം. ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും വിശുദ്ധ ലൂക്ക 15:7 അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെക്കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഈശോ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ വിശുദ്ധ മർക്കോസ് 1:15 ഈശോ പറഞ്ഞത്, സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. വിശുദ്ധ സ്നാപകയോഹന്നാൻ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നതും അനുതപിച്ച് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. വിശുദ്ധ മത്തായി 3:8 ദൈവജനത്തെ കാലാകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ ദൈവം ഒരുക്കിയതും അനുതപിക്കുവിൻ എന്ന സന്ദേശവുമായാണ്. അതുകൊണ്ട് അനുതാപമാണ് വിശുദ്ധിയുടെ ആരംഭം, അനുതാപമാണ് നിത്യരക്ഷയുടെ അടയാളം. അനുതാപത്തിലൂടെയാണ് നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക്, ദൈവത്തിലേക്ക്, ഈശോയിലേക്ക് അടുക്കേണ്ടത്. അതിനുവേണ്ടിയാണ് ഈശോ നമ്മളോട് കരുണ കാണിക്കുന്നതും. സഹോദരങ്ങളെ, ഈ ഒന്നാം ദിവസം എല്ലാ പാപികളെയും, പ്രത്യേകിച്ച് മാരക പാപാവസ്ഥയിൽ അനുതാപമില്ലാതെ ജീവിക്കുന്ന, പാപാവസ്ഥയിൽ കഴിയുന്ന നമ്മളെ ഓരോരുത്തരെയും ഈശോയ്ക്ക് സമർപ്പിക്കാം. നമ്മുടെ പാപാവസ്ഥയിൽ അനുതപിക്കാനുള്ള ഒരു ഹൃദയത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അനുതാപം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. അനുതാപ കണ്ണുനീരിൽ കഴുകിയെടുത്ത ഒരു പുതിയ ജീവിതം ഞങ്ങൾക്ക് തരണമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കർത്താവിൻ്റെ കാരുണ്യവും നാം ഓരോരുത്തരോടും കൂടെ ലോകമെമ്പാടുമുള്ള സകല പാപികളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആവേ മരിയ.